എന്തായാലും ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. എന്തായാലും നിമ്മക്കൊരു കുഴപ്പമില്ല. ഹലോ, ഇന്ന് ഞാൻ പെരുന്നാൾ സ്പെഷ്യൽ കുനാഫ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുനാഫ ഉണ്ടാക്കുന്നതിടയിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുനാഫയിലേക്കുള്ള ക്രീം ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് പാൽ ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് വേണ്ടത്. അപ്പോൾ ആ കോൺഫ്ലോറിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ അത് കുറുക്കിയെടുക്കാൻ. നല്ല തിക്കാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്, കോൺഫ്ലോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്രീം ചീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ 150 ഗ്രാമിൻ്റെ ക്രീം ചീസാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്രീം ചീസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രീം എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ക്രീം ചീസ് ആകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ 150 ഗ്രാമാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നൊരു 160 ഗ്രാമൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 80 ഗ്രാം വെച്ചിട്ടും ഇതുപോലെ ക്രീം ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 100 ഗ്രാമും വെച്ച് ഉണ്ടാക്കാം. പക്ഷെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 160 ഗ്രാം ചീസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ചീസ് മെൽറ്റായി വന്നോളും. ചീസ് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നല്ല പോലെ മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നാരങ്ങനീര് ചേർക്കണം. അപ്പോൾ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങനീര് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നാരങ്ങനീരാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ സേമിയ കുനാഫയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് സേമിയ തന്നെയാണ് വേണ്ടത്. അപ്പോൾ 350 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയാണ് കേട്ടോ. പിന്നെ തിന്നായിട്ടുള്ള സേമിയാണ്. ഞാനിപ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 350 ഗ്രാം സേമിയ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് ബട്ടറാണ്. അപ്പോൾ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. മെൽറ്റ് ചെയ്തിട്ടാണ് 1/2 കപ്പ് വേണ്ടത്. ഇപ്പോൾ ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്തുള്ള നെയ്യും ചേർക്കാം. അപ്പോൾ ബട്ടറും സേമിയയും നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ബട്ടറും സേമിയയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ നമ്മൾ കുനാഫ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയും ബട്ടറും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബട്ടറിന് പകരം നെയ്യ് വെച്ച് തടവിയാലും മതി കേട്ടോ. അപ്പോൾ സേമിയയും ബട്ടറും മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയയും ബട്ടറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ക്രീം ചീസ് കാണാത്ത വിധത്തിൽ നമ്മളതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുനാഫ സ്റ്റൗ ടോപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 മിനിറ്റ് നമ്മളത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തട്ടോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ പാന് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ, തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ ബട്ടർ തടവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യാണേലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുനാഫയുടെ ഒരു വശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ടെടുത്ത് മറ്റേ വശവും കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബ്ലാക്ക് പാനിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. പക്ഷേ കുനാഫ മുഴുവൻ ഇപ്പോൾ ഈ തട്ടിലേക്കാണ് ചാടിയത്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുനാഫയുടെ മിക്സൊക്കെ കോരിയിട്ട് ഈ ബ്ലാക്ക് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുനാഫ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തുള്ള കുറച്ച് സേമിയ അതിലേതിലേയും പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള
ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുനാഫ നല്ല ചൂടോട് കൂടി ഇരിക്കുമ്പോൾ വേണം കേട്ടോ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ. ഷുഗർ സിറപ്പ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സേമിയ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും ചിലത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുനാഫ മറിച്ചിടുന്ന സമയത്ത് ആകെ കൊളായെങ്കിലും പിന്നെ ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തുകൊണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ കുനാഫയൊക്കെ ഓവനിലാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറിച്ചിടുന്ന പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുനാഫ. അപ്പോ ഇന്ന് നമ്മൾ ഉമ്മ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുനാഫയാണ്. ഇന്ന് കുനാഫ ഉണ്ടാക്കിയതിന് വല്ലാത്തൊരവസ്ഥ. ശരിക്കും ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വരുന്ന കരുതിയതായിരുന്നു. അപ്പൊ എന്താ പറയുന്നറിയോ, കാണാനൊക്കെ ഇല്ലെങ്കിൽ തിന്നാൻ സൂപ്പർ ആട്ടോ. അങ്ങോട്ട് ഇത് മുമ്പ് സംഭവം ഓവനിൽ ഉണ്ടാക്കിക്കോളൂ, അപ്പോഴൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇതിൽ ഉണ്ടാക്കാം. അപ്പൊ ഇത് ശരിയാവുമല്ലേ അറിയില്ലായിരുന്നു. അവസാനം കയ്യൊക്കെ തട്ടിങ്ങാണ്ട് പാടായി. എന്തായാലും ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. എന്തായാലും ഇമ്മക്കൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തിന്നോക്കാം അല്ലേ. കൊറേ ദിവസമായില്ലേ ശരിക്കും നമ്മള് കണ്ടിട്ട്, കൊറേ ദിവസമായി. ക്ലാസ് ഒക്കെയാണ്, അതാ പറയാം ക്യാമറ മുമ്പിൽ വരാം. രസമുണ്ടോ? സത്യമായി പറയൂ, ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കരുതിയതിനേക്കാളും സത്യത്തില് രസമുണ്ട്, സത്യത്തില് രസമുണ്ട്. കാണാനൊരു ലുക്കില്ലാന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാറിയുന്ന പോലെ ആയില്ലേ? ഇല്ലാന്നെ ഉള്ളൂ, സംഭവം സൂപ്പറൊക്കെ തന്നെ. ആ ലുക്കില്ലാതെ ഞാൻ ഫ്ലിപ്പ് ചെയ്തപ്പോ അങ്ങോട്ട് കൊളായി മാറിയതാണ്. എന്നാലും പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പരുവത്തിലാക്കി എടുത്തു. പിന്നെ അത് ഫ്ലിപ്പ് ചെയ്തപ്പോ ശരിയാവാൻ കട്ട് ചെയ്തപ്പോൾ ഒന്നും എനിക്ക് പിന്നെ ആകെ ടെൻഷൻ കയറി, ഒന്നും ശരിയായില്ല. അപ്പൊ മോളാണ് പറഞ്ഞത് എന്താണ്, ചിലർക്ക് റെഡിയാവും ചിലർക്ക് റെഡിയാവും. പറയണ പക്ഷേ സംഭവം സൂപ്പറാണ്. ടേസ്റ്റ് ഒക്കെ ഇടില്ലേ, നല്ല ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഒക്കെ ഞാൻ കരുതിയേക്കാളും ടേസ്റ്റ് ഉണ്ട്. കാണാൻ നമ്മള് ലുക്കിന് നമ്മളൊന്നും പറയാൻ പാടില്ല കേട്ടോ. ലുക്കിന്റെ പോലെ ഇല്ലാത്തരം സംഭവം നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കൊളായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. എന്താ എനിക്കൊരു ഉഷാറില്ലാത്ത പാട്ടൊന്നും ഇല്ലെന്ന്? പാട്ടൊക്കെ പാടിക്കൊടുക്കേ? പാടിക്കൊടുക്കും രക്ഷ. ഏത് പാടം? ഈ തക്കാത്തില കീരി കുഞ്ഞിന് തീറ്റ കൊടുക്കാനാലുണ്ട്, തീലി വിതർത്ത അമ്മയിലുണ്ട്, പാട്ടുകൾ പാടാൻ കുയിലുണ്ട്. കുഞ്ഞി പാട്ടാണല്ലേ ഋഷോ? അപ്പൊ നമുക്ക് പോകാല്ലേ ഋഷോ? അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങള് വിചാരിക്കുന്നു. സംഭവം ഫ്ലോപ്പ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും